ആ സബ്ജില്ലാ തലത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കായികമേളയിൽ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ആഹ്ലാദ പ്രകടനത്തിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിലെ അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കായികമേള ഇന്നലെ ആയിരുന്നു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പ്രിയപ്പെട്ടവർ ഏറ്റെടുത്ത് ഏകദേശം 25,000 പ്രേക്ഷകർ ആ വീഡിയോ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതായത് കായികപരമായിട്ട് ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളെ എന്താ പറയുക, എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ ചെന്നതാണ്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ കുരിക്കൽ സാറ്, മാനേജർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട HM അനിൽകുമാർ സാറ്, ഇവരൊക്കെ നമുക്ക് നല്ലൊരു പൂർണ്ണ പിന്തുണയാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഹാപ്പിയായി. എനിക്കും എത്രത്തോളം ഇവരുടെ കഴിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ ശ്രമം നടത്തിയതാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഏറ്റെടുത്ത എല്ലാവരോടും നന്ദി. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ ഇന്ന് അവസാനം കലാശക്കോട്ടായിരുന്നു കേട്ടോ, ഗംഭീരമായ റിലേ മത്സരം അടക്കം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആൾ ഇവിടെ നിൽക്കും, രണ്ടാമത്തെ ആൾ അവിടെ നിൽക്കും, മൂന്നാമത്തെ ആൾ ഇവിടെ നിൽക്കും, നാലാമത്തെ ആൾ അവിടെ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് തന്നെയാണ് നിങ്ങൾ ബാറ്റൺ കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലേ? ഇനി ചെയ്യേണ്ടത് ബാറ്റൺ നിലത്ത് വീണാല് അവിടുന്ന് എടുത്തിട്ട് വീണ്ടും ഓടി കൊടുക്കുക. ഇങ്ങനെ നോക്കിയിരിക്കൊന്നും ചെയ്യരുത്. ബാറ്റിന്റെ ഒരു കുഞ്ചത്തിൽ ഇതേപോലെയാണ് പിടിക്കേണ്ടത്. അപ്പൊ മറ്റേ ആൾ വന്നിട്ട് കൈമാറിയിട്ട് ഓടണം. മനസ്സിലായല്ലോ? ആ എൻഡ് വരെ ഓടണം. അപ്പോൾ കായികമേളൻ്റെ അവസാന ദിവസത്തെ ആ വൈബ് നിങ്ങൾ നേരെ കണ്ട് ആസ്വദിച്ച് കണ്ട് പോയി. ഇടങ്ങളിലുള്ള ചാമ്പ്യന്മാർക്കുള്ള സമ്മാനദാനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ 2024-25 അധ്യയന വർഷത്തെ കായികമേളയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും അതുപോലെ മൊമെന്റോസും ഹൗസുകൾക്കുള്ള ട്രോഫികളും ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. ഈ ചടങ്ങിനോടനുബന്ധിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് ഹെഡ്മാസ്റ്ററെ ആദരവോടെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കായികമേള, ഈ വർഷത്തെ കായികമേള ഇന്നലെയും ഇന്നുമായി വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. 19 ദിനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ മത്സരിച്ച് ഇനി സബ്ജില്ലാ തലത്തിലേക്ക്, ആ സബ്ജില്ലാ തലത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കായികമേളയിൽ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനിയുള്ള മത്സരങ്ങളിൽ, അടുത്ത നടക്കുന്ന മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തി സംസ്ഥാന തലം വരെയും ദേശീയ തലത്തിൽ എത്തിക്കാനുള്ള മിടുക്കന്മാരായുള്ള കായിക പ്രതിഭകളാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ പുലർത്തിയ ഈ അച്ചടക്കവും ഈ കായികമേള കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ പോയിന്റ് നേടിയത് നാസിം 5 റെഡ് ബോയ്സ്. ഇവർക്കുള്ള ട്രോഫി നൽകുന്നതിന് വേണ്ടി ഹെഡ്മാസ്റ്ററെ, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററെ അദ്ദേഹം ക്ഷണിക്കുന്നു. നാസിം 5 നല്ല കൈയടി കൊടുക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് അഭിരാമി 6 ട്രോഫി നൽകുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ
സമാപനം കുറിച്ചുകൊണ്ട് ഓരോ ഹൗസിനും ലഭിച്ച പോയിന്റുകൾ ഇവിടെ ആദ്യം പ്രഖ്യാപിക്കുകയാണ്. 123 പോയിന്റ് നേടി യെല്ലോ ഹൗസ് 4ാം സ്ഥാനത്ത്. 146 പോയിന്റുമായി റെഡ് ഹൗസ് 3ാം സ്ഥാനത്ത്. 153 പോയിന്റുമായി ഗ്രീൻ ഹൗസ് 2ാം സ്ഥാനത്ത്. 207 പോയിന്റുമായി 2ാം സ്ഥാനം നേടിയ ഗ്രീൻ ഹൗസിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുള്ള ട്രോഫികൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചുമതലയുള്ള ലീഡേഴ്സിനെയാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗം, ഗ്രീൻ ഹൗസിലെ ഹയർ സെക്കൻഡറി വിഭാഗം ലീഡറെയും ഹൗസ് ലീഡറെയും ഹൗസ് ചാർജ് അധ്യാപകരെയും 2ാം സ്ഥാനം നേടിയ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കൈയടിയുണ്ട് ഇവർക്കുള്ള ട്രോഫി. ഹൈസ്കൂൾ വിഭാഗം 2ാം സ്ഥാനം നേടിയ ഹൈസ്കൂൾ വിഭാഗം. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സ്റ്റേജിന്റെ മുന്നിലേക്ക് വരിക. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് തീർക്കേണ്ടതുണ്ട്. എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ 24-25 വർഷത്തെ സ്കൂൾ കായികമേള ഇന്ന് ഈ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടത്തി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട്. അതിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളോടും ആദ്യം നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും അതേപോലെ വിജയിച്ച മക്കൾക്ക് അവരോടും എല്ലാവരോടും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതേപോലെ ഇന്നിവിടെ ഈ ഹൗസിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഹൗസ് ചാർജുള്ള അധ്യാപകരോടും പ്രത്യേകം വളരെയധികം ഹൃദയമായി നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് നടത്താൻ വേണ്ടി നമുക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണം ചെയ്തിരുന്ന പ്രിൻസിപ്പാൾ, HM, അതുപോലെ PTA പ്രസിഡന്റ്, അതേപോലെ PTA ഭാരവാഹികൾ, അങ്ങനെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുട്ടികൾ ശ്രദ്ധിക്കാം, ദേശീയ ഗാനമാണ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तब शुभ नामे जागे तब शुभाशीष मांगे